ഹായ് എവ്രി വൺ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഞാൻ റീമ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് എഡിറ്റോറിയൽ സെഷനാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം എന്താണേലും ഇതിൽ ഹൗ ടു റീഡ് എ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഹൗ ടു അപ്രോച്ച് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. പിന്നെ നമുക്ക് സാമ്പിളായിട്ട് ഒരു എഡിറ്റോറിയൽ നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഒത്തിരി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, കാരണം കുറേ പേര് ഈ ട്രാക്കിലോട്ട് വരാനുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു റെഫറൻസ് ആയിട്ടുള്ളത് ഹിന്ദി ചാനൽസിലൊക്കെ ഒരുപാട് എഡിറ്റോറിയൽ സെറ്റായിട്ട് ഒത്തിരി വലുതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലോട്ട് നിങ്ങൾ എത്തണമെങ്കിൽ ഇത് ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക് തന്നെയാട്ടോ ഞാൻ പറയുന്നത്. അപ്പം എത്തണമെങ്കിൽ ഒരു 1-2 സെഷൻസ് കൂടെ കഴിയേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായിട്ട് നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഡിറ്റോറിയൽ ഒന്ന് തുടങ്ങാം. ഇത് 7-ാം തീയതിയിൽ ഞാൻ നിങ്ങൾക്ക് ആദ്യം ന്യൂസ് പേപ്പർ കഴിഞ്ഞ ദിവസം കാണിച്ചല്ലോ, അതേ ന്യൂസ് പേപ്പറിൻ്റെ എഡിറ്റോറിയൽ സെഷനാണ് വായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫാളിങ് ബിഹൈൻഡ് കാണാമല്ലോ അല്ലേ? ജസ്റ്റ് നിങ്ങളതൊന്ന് പോസ് ചെയ്ത് ആദ്യം ആ ഫാളിങ് ബിഹൈൻഡ് എന്നുള്ളത് ഒന്ന് നോക്കുക. എന്നിട്ട് നമ്മളത് കാണാൻ പോകുന്നത് ഇന്ന് അതിൻ്റെ ഒരു പാരഗ്രാഫാണ്. ഈ ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ഉണ്ട്, ദേ ഇവിടം വരെ. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം സ്റ്റാർട്ടിങ് അവിടം തൊട്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, ഒന്ന് പോസ് ചെയ്തിട്ട് വായിച്ചാലും മതി. ഓക്കെ, ഇനി നമുക്കത് ഒരുമിച്ചൊന്ന് നോക്കാം. Falling behind. Urbanization in Mumbai is evolving faster than its infrastructure upgrades. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഒരു എഡിറ്റോറിയൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു പാസേജ് വായിക്കുമ്പം നമുക്കതിൻ്റെ ഓവറോൾ മീനിങ് മനസ്സിലാവണം. പോയിന്റ് നമ്പർ 1. ഓക്കെ, ഒരു പാസേജ് വായിക്കുമ്പം ഇതിൻ്റെ ഓവറോൾ മീനിങ് മനസ്സിലാവണം. എന്തിനാ ഓവറോൾ മീനിങ് മനസ്സിലാക്കിയിട്ട്? ഓവറോൾ മീനിങ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഡിസ്ക്രിപ്റ്റീവിനകത്ത് റീഡിങ് കോംപ്രിഹെൻഷന് ആൻസർ ചെയ്യാൻ പറ്റൂ. പ്രേസിലാണ് ഈ പാസേജ് വരുന്നതെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ എസ് ഐക്കകത്താണെങ്കിൽ ഒരു ടോപ്പിക്ക് വരുന്നതെങ്കിൽ അതിൽ നമുക്ക് പോയിന്റ്സ് അങ്ങോട്ടേക്ക് ആഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് പാസേജ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്? ഈ 3 കാരണങ്ങൾ. ഇനി അടുത്തത്, ഈ പാസേജ് വായിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഗ്രാമറും വൊക്കാബും കൂടെ സെറ്റ് ചെയ്ത് പോകാം. അപ്പോൾ ചില ദിവസം എല്ലാ എഡിറ്റോറിയലിലും ഇപ്പം സിനോണിം, ആന്റണിം, സ്പെല്ലിംഗ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഫ്രേസൽ വെർബ് എല്ലാം കൂടെ ഒരു എഡിറ്റോറിയലിൽ വരണം എന്നില്ല. പക്ഷെ മാറി മാറി പലതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. urbanization in Mumbai. ഓക്കെ, അവിടെ ഒരു സാധനം കണ്ടോ? ഇൻ മുംബൈ പ്ലേസ് ആണെങ്കിൽ, അതും ബിഗ് പ്ലേസ് ആണെങ്കിൽ എന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? അവിടെ ഇൻ കൊടുക്കുക. ഓക്കെ, ഇൻ കൊടുക്കുക. ശരി, ഈ urbanization എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഡു യു മീൻ ബൈ urbanization? urbanization എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ എന്താ പറയുക, റൂറൽ ഏരിയാസിൽ നിന്നും ടൗൺ സിറ്റീസിലോട്ടൊക്കെ മൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മുംബൈയിലെ urbanization, അതായത് റൂറൽ ഏരിയാസിൽ നിന്നും ടൗൺ സിറ്റിയിലോട്ടൊക്കെ ആളുകൾ അങ്ങോട്ടേക്ക് മാറുകയാണ്. ഇസ് ഇവോൾവിങ് ഫാസ്റ്റർ ദാൻ ഇറ്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്സ്. അപ്പം ഇങ്ങനെ ആളുകൾ മുഴുവനും സിറ്റീസിലോട്ട് അല്ലെങ്കിൽ ടൗൺ ഏരിയാസിലോട്ടൊക്കെ സെറ്റിൽ ആവുകയാണ്. അത് വളരെയധികം ഫാസ്റ്റായിട്ടാണ് ആ ഒരു മാറ്റം. കമ്പയർഡ് ടു വാട്ട്? ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്സ്. അതായത് മുംബൈയിലെ ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിങ്സ് ഒക്കെ അപ്ഗ്രേഡ് ആവുന്നതിലും ഫാസ്റ്റായിട്ട്, അതിനേക്കാട്ടിലും സ്പീഡായിട്ടാണ് റൂറൽ ഏരിയാസിൽ നിന്നും ആളുകൾ എങ്ങോട്ടേക്ക് വരുന്നത്? സിറ്റീസിലോട്ട് സെറ്റിൽ ചെയ്യാൻ അല്ലെങ്കിൽ ടൗൺ ഏരിയയിലോട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പാസേജ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിക്കാം. The shift of population from rural areas to town and cities is known as എന്ത് കിട്ടി? urbanization. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കാം. ആ സാധനമാണ് നമ്മുടെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഇൻ മുംബൈ ഓക്കെ ആണല്ലോ, പ്ലേസിന് ഇൻ കൊടുത്തു. ഫാസ്റ്റർ ദാൻ, എന്തുകൊണ്ട് അവിടെ ഫാസ്റ്റർ ദാൻ വന്നു? വെൻ യു കമ്പയർ ടു എൻറ്റിറ്റീസ് യു യൂസ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഓക്കെ, 2 എൻറ്റിറ്റീസ് ആണ് നമ്മൾ കമ്പയർ ചെയ്തെങ്കിൽ, അതായത് എ ഈസ് ടോളർ ദാൻ ബി, എ ഈസ് ബിഗർ ദാൻ ബി,
ഇതേപോലെ A is faster than B. ഇവിടെ what is faster than what? Urbanization is faster than infrastructure upgrades. Okay? Urbanization is faster than infrastructure upgrades. Okay? അപ്പൊ എന്തുകൊണ്ട് ഫാസ്റ്റർ ദാൻ? രണ്ടെണ്ണം കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ഫാസ്റ്റർ ദാൻ. കിട്ടിയല്ലോ. ഇനി ഇറ്റ്സ് എന്താണ്? എന്തുകൊണ്ട് ഇറ്റ്സിൽ അപ്പോസ്ട്രോഫി വന്നില്ല? അതിൻ്റെ ഓക്കെ, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്സിനെ കാട്ടിലും, അതായത് ബിൽഡിങ്സിൽ വരുന്ന മാറ്റങ്ങളെ കാട്ടിലും ഫാസ്റ്റ് ആയിട്ടാണ് ജനങ്ങൾ സിറ്റി ഏരിയാസിലോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു ലൈനേ ആയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തത്. The southwest monsoon has been highly active over western India, with southwesterly winds located with moisture sweeping over the western Ghats and delivering intense rains along the Konkan coast, while other weather systems offshore are routing more moisture over Mumbai and the surrounding areas. Recent ആയിട്ട് മുംബൈയിലുണ്ടായ ആ ഒരു മഴ, അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ, ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഡയറക്ഷൻസ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ദ എന്നുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. എവിടെ പറഞ്ഞിരുന്നു വെച്ചാൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഡയറക്ഷൻസ് പറയുന്നത് അവിടെ നമ്മൾ ദ യൂസ് ചെയ്യണം. ഓക്കെ, ഹാസ് ബീൻ ഹൈലി ആക്റ്റീവ് ഓവർ വെസ്റ്റേൺ ഇന്ത്യ വിത്ത് സൗത്ത് വെസ്റ്റേർലി വിൻഡ്സ് ലോഡഡ് വിത്ത് മോയ്സ്ചർ. ഓക്കെ, അപ്പോൾ ഈ സൗത്ത് വെസ്റ്റേൺ അങ്ങനത്തെ വിൻസ് എന്താണ്, അവിടെ കുറച്ച് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ്. അത് എവിടെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? സ്വീപ്പിംഗ് ഓവർ ദി വെസ്റ്റേൺ ഗട്ട്സ്. ഈ സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുകയാണ്. വെസ്റ്റേൺ ഗട്ട്സ് മൊത്തം ഈ പറയുന്ന സൗത്ത് വെസ്റ്റേർലി വിൻസ് ആണ്. അപ്പോൾ അതിൽ ഫുൾ മോയ്സ്ചർ കണ്ടന്റ് ആണ് കൂടുതൽ. അതാണ് ഈ വെസ്റ്റേൺ ഗട്ട്സിൽ മൊത്തം എക്സ്പാൻഡ് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, ദ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് എന്തുകൊണ്ടാണ് വന്നത്? ദ വെസ്റ്റേൺ ഗട്ട്സ് കാരണം ഈ പറയുന്ന മൗണ്ടൻ റേഞ്ചസിന്റെ കൂടെ നമ്മൾ ദ യൂസ് ചെയ്യും. ഓക്കെ, മൗണ്ടൻ റേഞ്ചസ്, അത് സിംഗിൾ മൗണ്ടൻ ആണെങ്കിലില്ല, മൗണ്ടൻ റേഞ്ചസ് ആണെങ്കിൽ നമ്മൾ അവിടെ ദ യൂസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഡെലിവറിങ് ഇന്റൻസ് റെയിൻസ് അലോങ് ദ കൊൻകൺ കോസ്റ്റ്. കാണാലോ അല്ലേ, കൊൻകൺ കോസ്റ്റ്. ഓക്കെ, while other weather systems offshore are routing more moisture over Mumbai and the surrounding areas. ഓക്കെ, ശരി, അവിടെ ഒന്നും പ്രത്യേകിച്ചില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഓഫ് ഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോറിൽ നിന്നും ഈ പറയുന്ന കുറച്ച് അകലം എന്നുള്ളതാണ്, അതാണ് ഓഫ് ഷോർ. ഓക്കെ, നെക്സ്റ്റ്, ഇൻ urban areas in general, rainfall intensity matters more than volume. അവിടെ ഏറ്റവും കൂടുതൽ റെയിൻഫോളിൻ്റെ ഇൻറ്റൻസിറ്റി ആണ് മാറ്റർ ചെയ്യുന്നത്, വോളിയത്തെക്കാളും അത് എത്ര ഇൻറ്റൻസിൽ പെയ്തു എന്നാണ്. അതായത് ഭയങ്കര ഹെവി റെയിൻ ആയിരുന്നോ, അല്ലാണ്ട് കുറച്ച് നേരത്തേക്ക്, അങ്ങനെയല്ല, അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കൂടുതലും ആ ഏരിയാസിൽ, പ്രത്യേകിച്ച് സിറ്റി ഏരിയാസിലൊക്കെ ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നത്. Mumbai itself can generally absorb moderate rainfall over several hours. ഓക്കെ, മുംബൈയിൽ ഒരു അതിൻ്റെ ഇൻറ്റൻസിറ്റി ശരി എന്താ മോഡറേറ്റ് ആണെങ്കിൽ, ചെറിയ മഴയൊക്കെ ആണെങ്കിൽ, കുറേ മണിക്കൂറുകളോളം കുറേ മഴ പെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല, അത് അബ്സോർബ് ചെയ്ത് പൊക്കോളും, കുഴപ്പമില്ല. However, its drainage, like in many Indian cities, cannot handle several hundred millimeters in short bursts. അപ്പം ചെറിയൊരു ടൈം ഫ്രെയിമിൽ ഭയങ്കര ഹെവി ആയിട്ട് ഇൻറ്റൻസ് ആയിട്ടുള്ള റെയിൻഫോൾ ആണെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റത്തിന് ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ ഇന്ത്യൻ സിറ്റീസിലെ പലയിടത്തും നടക്കുന്ന കാര്യമാണ് എന്നാണ്. ഓക്കെ, ഞാൻ ഒരിക്കലും ഇതിൻ്റെ ഒരു പാർട്ടായിട്ടുണ്ട്. നല്ല മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറും, ഒരു മിനി ഫ്ലഡ് എന്ന് വേണേൽ പറയാം, അതുപോലെ. എന്നിട്ട് വൺസ് ആ ഫ്ലഡിൽ ഇതുപോലെ വലിയ മീൻ, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങിയ സമയത്ത് റോഡിൽ വെള്ളമാണ്, നോക്കി പോവാണ്. പക്ഷെ പെട്ടെന്ന് എന്തോ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുന്നു. അപ്പോൾ പാമ്പാന്നല്ലേ പെട്ടെന്ന് ഓർക്കുന്നത്, പക്ഷെ പാമ്പല്ല, അത് മീനായിരുന്നു, വലിയ മീനൊക്കെ. അപ്പം
അത്രയും മഴയത്ത് അതൊക്കെ വരും. ഇപ്പം ഇഫ് ഐ ആം നോട്ട് റോങ് ക്രോക്കഡൈൽ വന്നു എന്നല്ലേ കേൾക്കുന്നത് സിറ്റിയിൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിപ്പം 7-ാം തീയതിയിലെ പേപ്പറാണ്. അത് കഴിഞ്ഞിട്ട് ക്രോക്കഡൈൽ മുംബൈയിൽ സിറ്റിയിൽ കണ്ടു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നതാണ്. ഓക്കെ. അപ്പോൾ പറയുന്നത് ഇതിൻ്റെ ഡ്രെയിനേജിന് അത്ര ഹെവി റെയിൻ വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഹെവി റെയിൻഫോൾ ഓൾസോ ഓവർവെൽംഡ് river catchments in parts of Maharashtra, including around Nasik, while high tides reduce efficiency of Mumbai's storm water drainage, worsening flooding in the city. കാണാമല്ലോ. ഓക്കെ. അപ്പം ഇതിനകത്ത് ഹെവി റെയിൻഫോൾ, ഓവർവെൽം. എന്താണ് ഈ ഓവർവെൽംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓവർവെൽംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലങ്ങ് എന്താ പറയുക, നിറഞ്ഞ് കവിയുക എന്ന് പറയില്ലേ, അതാണ്. ഫ്ലഡഡ് ആവുക എന്നുള്ളതാണ് ഓവർവെൽംഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഹെവി റെയിൻഫോൾ ഓൾസോ ഓവർവെൽംഡ് റിവർ കാച്ച്മെൻറ്റ്സ്. അപ്പം ഭയങ്കര മഴയായതുകൊണ്ട് കുഞ്ഞി റിവറും എല്ലാം ഇങ്ങനെ നിറഞ്ഞു. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയുടെ തന്നെ പാർട്ടായിട്ടുള്ള നാസിക് എന്ന് പറയുന്ന ഏരിയയിൽ. ഓക്കെ. വൈൽ ഹൈ ടൈഡ്സ് റെഡ്യൂസ് എഫിഷ്യൻസി ഓഫ് മുംബൈ സ്റ്റോം വാട്ടർ ഡ്രെയിനേജ്. അപ്പം ഡ്രെയിനേജിൻ്റെ എഫിഷ്യൻസി കുറച്ചു. അപ്പോൾ എന്ത് പറ്റി? ഡ്രെയിനേജിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ അവിടെ മുഴുവൻ ഫ്ലഡ് ആവും. ഓക്കെ. മുംബൈ പൂനെ റെയിൽ സർവീസസ് were suspended after landslides in the Borghat and flights were affected. ഫ്ലൈറ്റ്സും എഫക്റ്റഡ് ആയി. The closures of the Mumbai-Pune Expressway and the Mumbai-Goa Highway and significant flooding on the Mumbai-Ahmedabad Expressway were disruptive, speaking to the increasing erraticity of monsoon rainfall. ഓക്കെ. അപ്പം എവിടെയൊക്കെ ഡിസ്റപ്ഷൻ, എവിടെയൊക്കെ തടസ്സങ്ങൾ നേരിട്ടു എന്നാണ്. അപ്പം മുംബൈ പൂനെ റെയിൽ സർവീസ് സസ്പെൻഡ് ചെയ്തു. ഓക്കെ, അത് സസ്പെൻഡ് ചെയ്തു. ഓക്കെ. സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തു. മുംബൈ പൂനെ റെയിൽ സർവീസസ് വർ സസ്പെൻഡഡ്. അഗെയിൻ അതിൻ്റെയും വൊക്കാബ് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. സസ്പെൻഡഡ്, സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, സ്റ്റോപ്പ്. യെസ്. ആഫ്റ്റർ ലാൻഡ്സ്ലൈഡ്സ്, ഇന്നടത്തൊക്കെ ലാൻഡ്സ്ലൈഡ്സ് ഉണ്ടായതിനു ശേഷം അവിടുത്തെ റെയിൽ സർവീസസ് സ്റ്റോപ്പ് ചെയ്തു. ദ ക്ലോഷേഴ്സ് ഓഫ്, ക്ലോഷർ എവിടെയാ? ക്ലോസ് ചെയ്തു. എന്ത് ക്ലോസ് ചെയ്തു? ഏതൊക്കെയാണ് ക്ലോസ് ചെയ്തത്? മുംബൈ ഗോവ ഹൈവേ, പിന്നെ മുംബൈ പൂനെ എക്സ്പ്രസ് വേ, ഇതൊക്കെ ക്ലോസ് ചെയ്തു, അടച്ചിട്ടു. ഓക്കെ. ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ഫ്ലഡിങ് ഓൺ ദ മുംബൈ അഹമ്മദാബാദ്. എൻ്റെ മുംബൈ അഹമ്മദാബാദ് മുഹമ്മദ് ആയപ്പോൾ അതാട്ടോ. മുംബൈ അഹമ്മദാബാദ് എക്സ്പ്രസ് വേ വർ ഡിസ്റപ്റ്റഡ്, സ്പീക്കിംഗ് ടു ദി ഇൻക്രീസിങ് ഇറാറ്റിസിറ്റി. അതേ കിടന്നോ, അടുത്ത വൊക്കാബ് കിട്ടിയിട്ടുണ്ട്, ഇറാറ്റിസിറ്റി. നൗ വാട്ട് ഡു യു മീൻ ബൈ ഇറാറ്റിസിറ്റി? ആദ്യം തന്നെ അതിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കോണേ. ഇറാറ്റിസിറ്റി, അതായത് ഇറാറ്റിക്കിൻ്റെ ഒരു നൗൺ ഫോമാണ് ഇറാറ്റിസിറ്റി. 2 R ഉണ്ട്. സോ അതന്നെ ഇറാറ്റിസിറ്റി. കണ്ടോ? ഇറാറ്റിസിറ്റി ഓഫ് മൺസൂൺ റെയിൻഫോൾ. ഇൻക്രീസിങ് ഇറാറ്റിസിറ്റി ഓഫ് മൺസൂൺ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ, ഇറാറ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അത് അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഈ മൺസൂൺ റെയിൻഫോൾ എപ്പോൾ വരും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇപ്പം കേരളത്തിലാണെങ്കിലും ഈ പറയുന്ന ജൂൺ മാസത്തിൽ പല സ്ഥലങ്ങളിലും നല്ല മഴയുണ്ട്, ചിലയിടത്ത് മഴയേ ഇല്ല. അപ്പോൾ ഇതെപ്പോൾ പെയ്യും പെയ്യാതിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇതാണ് ഇറാറ്റിസിറ്റി എന്ന് വെച്ചാൽ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. നമുക്ക് തന്നെ അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന സമയം ഇന്ന ദിവസങ്ങളെല്ലാം മഴയായിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇറാറ്റിസിറ്റി. ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. ഇനി the vulnerabilities associated with linear infrastructure projects and the ease with which the effects of natural disasters are compounded by cascading failures. ഓക്കെ, ഇതിനകത്ത് നമ്മൾ വൊക്കാബാണ് കാണുന്നത്. യെസ്, വൾണറബിലിറ്റി. എന്താണ് വൾണറബിലിറ്റി എന്ന് പറഞ്ഞാൽ? വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി വൾണറബിലിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇന്നർ പ്രോജക്ട്സ് അല്ലേ? അതായത് ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും എക്സ്പോഷർ കാരണം
ഇഞ്ചുറീസ് സംഭവിക്കാം, ഹാം ആവാം, ഡാമേജ് ആവാം. അപ്പോൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം അത് വൾണറബിൾ ആണ് എന്ന് പറഞ്ഞാൽ അത് വീക്കാണ്. ചാൻസസ് ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ അതിപ്പം ഇമോഷണൽ ആവാം അല്ലെങ്കിൽ ഫിസിക്കൽ ആവാം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും അറ്റാക്കോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്, നെഗറ്റീവ്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് and the ease with which the effects of natural disasters are compounded by cascading failures. Now, what do you mean by cascading failure? Okay, cascading failure. Cascading failure എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ, ഓക്കെ, അതിനകത്ത് ഒരുപാട് കമ്പണൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു പാർട്ടിൽ ഒരു മാൽ ഫങ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ പതിയെ 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 അതെല്ലാത്തിനെയും എഫക്റ്റ് ചെയ്ത് മൊത്തത്തിലൊരു ടോട്ടൽ കൊളാപ്സ് ഉണ്ടാവും. ഇതാണ് കാസ്കേഡിങ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും എന്താ, ഒരിടത്ത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വയനാടിൻ്റെ സംഭവം അറിഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ കോമ്പൗണ്ടഡ് ബൈ കാസ്കേഡിങ് ഫെയിലിയേഴ്സ്. ആദ്യം ഇനിഷ്യലി ഒരിടത്ത് മാത്രമേ ഉള്ളായിരിക്കും, പിന്നെ അത് ഇങ്ങനത്തെ ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് മൊത്തം എല്ലാത്തിനെയും അത് ബാധിക്കും എന്നതാണ്. ഓക്കെ, യെസ്. ഇനി അടുത്തത്, അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് അറിയത്തില്ലാത്ത സ്പെല്ലിംഗ് വൊക്കാബ് ഒക്കെ നോക്കിക്കോണം കേട്ടോ. ഇപ്പം വൾണറബിലിറ്റീസ് അതിൻ്റെയും സ്പെല്ലിംഗ് നോക്കിക്കോണം കേട്ടോ. അടുത്തത്, എ ചോൾ കൊലാപ്സ് ഇൻ മാൻഖണ്ഡ് took the lives of 5 children. എന്താണ് ഈ ചോൾ എന്ന് പറഞ്ഞാൽ? ചോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബിൽഡിംഗ് ആണ്. ഓക്കെ, വലിയ ബിൽഡിംഗ്, അതിനകത്ത് കുറേ അപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മൾട്ടി സ്റ്റോറി റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനെയാണ് ചോൾ എന്ന് പറയുന്നത്. ചോൾ. അപ്പോൾ ഈ ചോൾ എന്താണ്? ഒരു ചോൾ, ഈ വലിയ ബിൽഡിംഗ്. അപ്പോൾ അതും ഒരു വൊക്കാബായിട്ട് നിങ്ങൾ എടുത്തോ, ചോൾ. ചോൾ ഇത് സാധാരണയായിട്ട് മുംബൈയിലാണ് ഇങ്ങനത്തെ ചോൾ ഒക്കെ കാണുന്നത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. വലിയ ബിൽഡിംഗ് ആണ്, മൾട്ടി സ്റ്റോറീഡ് ആണ്. അപ്പോൾ ഇവിടെ സാധാരണയായിട്ട് അത് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിനാണ് അങ്ങനത്തെ ഏരിയ. അപ്പം അവർക്ക് വേണ്ടിയാണ് അങ്ങനത്തെ ഒരു വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്ത് പറ്റി? അത് കൊളാപ്സ് ചെയ്തു. എന്നിട്ട് എന്ത് പറ്റി? ഇറ്റ് ടുക്ക് ദ ലൈവ്സ് ഓഫ് 5 ചിൽഡ്രൻ. 5 കുട്ടികളാണ് ആ ബിൽഡിംഗ് കൊളാപ്സ് ആയപ്പം പോയത്. കണ്ടോ? അപ്പോൾ ഇതിനകത്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങളിത് വായിക്കുമ്പം ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഒറ്റ പാരഗ്രാഫേ വായിച്ചുള്ളൂ. ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് വൊക്കാബ്സ് കിട്ടി, മീനിങ് കിട്ടി, ഗ്രാമറിൻ്റെ കുറച്ച് കാര്യങ്ങൾ കിട്ടി, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇതിനകത്ത് കിട്ടി, പിന്നെ സ്പെല്ലിംഗ് കിട്ടി, പ്ലസ് ഇത്രയും പോയിന്റ്സ് കിട്ടി. ഇതിപ്പോൾ ഒരു പാരഗ്രാഫ് മാത്രമേ വായിച്ചുള്ളൂ. ഓക്കെ, അപ്പം ഇത് പറയുന്നത് വെച്ചാൽ എങ്ങനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്സിനെക്കാട്ടിലും ഈ അർബനൈസേഷൻ വളരെ ഫാസ്റ്റായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സാഹചര്യം തുടക്കത്തിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ മഴേനെയാണ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. റെയിൻഫോൾ അത് എങ്ങനെ സിറ്റീസിനെ എഫക്റ്റ് ചെയ്തു എന്നതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. കുറച്ചൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ, സെക്കൻഡ് ഹാഫ് പഠിച്ചാൽ ഓക്കെ ആണോ? ഞാൻ സെക്കൻഡ് ഹാഫ് കൂടെ പറഞ്ഞാൽ ഓക്കെ ആണോ? ഇപ്പോൾ ലൈവ് അല്ലാത്തത് കൊണ്ട് ഞാൻ എന്താണ് ആ സെക്കൻഡ് ഹാഫ് കൂടെ പറയാം. ഫസ്റ്റ് ഹാഫ് ഓക്കെ, അത് മതിയെങ്കിൽ നിങ്ങൾ ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തോ. അല്ലാത്തവർക്ക് ഞാൻ സെക്കൻഡ് ഹാഫും കൂടെ ഈ അടുത്തൊരു പാരഗ്രാഫും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നോക്കാം. അത് കുറച്ചുകൂടി വലിയ കുഴപ്പമില്ല. Mumbai lies on a peninsula built mostly on reclaimed land, former marshes, tidal flats, and low-lying coastal areas, creating the characteristic risk of higher flooding when rainfall coincides with high tide. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എഡിറ്റോറിയലിലെ ഒരു സിമ്പിൾ സാധനമാണ്. ഈ മഴയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ റീസെൻ്റ് ഒരു ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ പറയുന്ന എഡിറ്റോറിയൽ. അപ്പോൾ എന്താ പറയുന്നത്? മുംബൈ എവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫോമർ മാർഷസ്, ടൈഡൽ ഫ്ലാറ്റ്സ്, ലോ ലൈങ് കോസ്റ്റൽ ഏരിയാസ്, ഇവിടെയാണ് നമ്മുടെ മുംബൈ കിടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, മാർഷസ് എന്താണെന്നറിയോ? മാർഷസ് എന്ന് പറഞ്ഞാൽ ലോ ലൈങ്, താഴ്ന്ന പ്രദേശമാണ്.
അപ്പോൾ അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഫ്ലഡ് വരുന്നത്. അപ്പോൾ മുംബൈ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഏരിയ ആണ്, ലോ ലൈങ് ഏരിയ ആണ്. അതുകൊണ്ടാണ് അവിടെ ഫ്ലഡ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ, ക്രിയേറ്റിംഗ് ദ ക്യാരക്ടറിസ്റ്റിക് റിസ്ക് ഓഫ് ഹയർ ഫ്ലഡ് അതുകൊണ്ട് ഉണ്ടാവുക വെൻ റെയിൻഫോൾ കോയിൻസൈഡ്സ് വിത്ത് ഹൈ ടൈഡും ആണ്, മഴയും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് ഈ ഫ്ലഡ് വരുന്നത്. ഇറ്റ് ഈസ് കോമ്പൗണ്ടഡ് ബൈ decades of haphazard urbanization that has encouraged water to run off rather than be absorbed by the ground, forcing drains to handle more water than their design limits. Okay. അപ്പോൾ അഗെയിൻ ഇവിടെ പറയുന്നത് കുറേ ഡെക്കേഡ്സ് ആയിട്ട്, അല്ലേ, വർഷങ്ങളായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഹാപ്ഫസാർഡ് urbanization. വാട്ട് യു മീൻ ബൈ ഹാപ്ഫസാർഡ് എന്ന് പറഞ്ഞാൽ ഒരു അൺപ്ലാൻഡ് ആയിട്ട്, റാൻഡം ആയിട്ട്, ഒട്ടും സിസ്റ്റമാറ്റിക് അല്ല. അതാണ് ഹാപ്ഫസാർഡ് എന്ന് പറഞ്ഞാൽ. അതൊന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ. ഓക്കെ, ഹാപ്ഫസാർഡ് ഒരു പ്ലാൻഡ് ഒന്നുമല്ല, അൺപ്ലാൻഡ് ആയിട്ട്, റാൻഡം ആയിട്ട്, ഒരു കാവോട്ടിക് വെയിൽ എന്നാണ്. അപ്പം കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ആണ്. അതുകൊണ്ട് എന്താണ്, ഈ ഗ്രൗണ്ട് അബ്സോർബ് ചെയ്യുന്നതിന് പകരം കൂടുതലായിട്ടും ആ വെള്ളം എന്താണ് അബ്സോർബ് ചെയ്യില്ല, അവിടെ തന്നെ കെട്ടിക്കിടക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്താ പറ്റുന്നത്, ഫോഴ്സിങ് ഡ്രെയിൻസ് ടു ഹാൻഡിൽ മോർ വാട്ടർ ദാൻ ദിയർ ഡിസൈൻ ലിമിറ്റ്സ്. ഓരോ ഡ്രെയിനേജ് സിസ്റ്റത്തിനും ഇത്ര കപ്പാസിറ്റി അതിന് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ട് അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനേക്കാട്ടിലും കൂടുതലാണ് ഇത് ഡീൽ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഫ്ലഡ് സംഭവിക്കുന്നത്. ആഫ്റ്റർ ദ ജൂലൈ 2005 ഫ്ലഡ്സ്, വെൻ ഇറ്റ് റിസീവ്ഡ് ഇത്ര in 1 day 24 hours ഇത്രയും വാട്ടർ ആയിരുന്നേ, മുംബൈ ലോഞ്ച് ദ ബ്രിം സ്റ്റുവാർട്ട് പ്രൊജക്ട്. അന്ന് അതായിരുന്നു. ആൻഡ് വൈഡൻഡ് ഡ്രെയിൻസ്, ഇൻസ്റ്റാൾഡ് പമ്പിംഗ് സ്റ്റേഷൻസ് ആൻഡ് അണ്ടർടുക്ക് പ്രീ മൺസൂൺ ഡീസിൽറ്റിംഗ്. ഓക്കെ, അന്ന് എന്തൊക്കെ ചെയ്തു എന്നാണ് 2005 ഇപ്പോൾ ഉള്ളവരാരെങ്കിലും ഉണ്ടോ? 2025, യെസ് ഓഫ് കോഴ്സ്, നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡീസിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, സിൽറ്റ് റിമൂവ് ചെയ്യാം, സിൽറ്റൊക്കെ റിമൂവ് ചെയ്ത് അതൊക്കെ ചെയ്തു. ഈ സിൽറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ സെഡിമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ക്ലേ, സാൻഡ്, അങ്ങനത്തെ ഒക്കെ, അതെല്ലാം അവർ ചെയ്തതാണ്. അപ്പോൾ പമ്പിംഗ് സ്റ്റേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തു, ഡ്രെയിൻസ് വൈഡൻ ചെയ്തു, അതേപോലെ തന്നെ സെഡിമെന്റ്സോ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തു, സിൽറ്റിനെ റിമൂവ് ചെയ്തു. മെനി ഓഫ് ദീസ് വർക്ക്സ് റിമെയിൻ ഇൻകംപ്ലീറ്റ് ഇപ്പോഴും. While some completed upgrades are based on assumptions about the monsoon that climate change has since undermined. അപ്പോൾ കുറേ ഇപ്പോഴും ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്ന വർക്ക്സ് ഉണ്ട്. പക്ഷെ ചില കംപ്ലീറ്റഡ് ആയിട്ടുള്ള അപ്ഗ്രേഡ്സ്, അത് ഒരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇനിയൊന്നും വലിയ പ്രശ്നമൊന്നും കാണില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണെങ്കിലും ഒന്നും ഒലിച്ചു പോകാനും ഒന്നും സാധ്യതയില്ല, എല്ലാം സെറ്റാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് പലതും നിൽക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ളതിൻ്റെ ഒരു വിചാരമാണ് ഇനി പ്രശ്നങ്ങളൊന്നും വരില്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അടുത്തത്, ഒഫീഷ്യൽസ് ഹാവ് ഓൾസോ ആർഗ്യൂഡ് ദാറ്റ് പ്രീ മൺസൂൺ ഡീസിൽറ്റിംഗ് ഹെൽപ്ഡ് റെഡ്യൂസ് ഫ്ലഡിംഗ് ഇൻ പാർട്സ് ഓഫ് മുംബൈ. അങ്ങനെ ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുണ്ട്. ബട്ട് വാട്ടർ ഓൺ ദ മുംബൈ അഹമ്മദാബാദ് എക്സ്പ്രസ് വേ, the shawl collapse, deadly tree falls in Kurla and RA, lack of redundancies in public transport. അപ്പോൾ എന്താ പറയുന്നത്, ഒഫീഷ്യൽസ് പറയുന്നുണ്ട് ഫ്ലഡിങ് എല്ലാം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, കാരണം എല്ലാ സെഡിമെന്റ്സും ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മുംബൈ അഹമ്മദാബാദിലെ അവിടുത്തെ വാട്ടർ, അതൊന്ന്, ഷോൾ കൊളാപ്സ്, ബിൽഡിംഗ് വീണത്, പിന്നെ ഒരു വലിയ മരം വീണു, അത്, ലാക്ക് ഓഫ് റിഡണ്ടൻസീസ്. ഇതെന്താണ് റിഡണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തത്, സൂപ്പർഫ്ലുവസ് ആയിട്ടുള്ളത്. അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട്, ഓക്കെ, ആൻഡ് ദ BMC's belated advisory to builders to halt
ഹസാർഡസ് കൺസ്ട്രക്ഷൻ ഓൾ സജസ്റ്റ് എ ഗവർണൻസ് ലാപ്സ്. അപ്പം ഇതെല്ലാം എന്താണ്, ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഇപ്പം വെള്ളം കയറിയത്, ബിൽഡിംഗ് താഴെ വീണത്, പിന്നെ ഒരു ട്രീ വീണത്, പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ലാക്ക് ഓഫ് റിഡൻഡൻസീസ്. ഓക്കെ, അതായത് യൂസ്ഫുൾ അല്ലാത്ത പബ്ലിക് ട്രാൻസ്പോർട്ട് ഒന്നും ആവശ്യത്തിൽ ഇല്ല, അതെല്ലാം ലാക്കാണ്, കുറവാണ്, ഒന്നും ഇല്ല. അത് പിന്നെ ഈ പറയുന്ന ബിൽഡേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഹസാർഡസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ ഇപ്പോൾ തൽക്കാലം ഹോൾട്ട് ചെയ്ത് വെക്കണം, സ്റ്റോപ്പ് ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹസാർഡസ് ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ. അപ്പോൾ ഇതെല്ലാം ഗവേണൻസിൻ്റെ ഒരു ലാപ്സ് ആയിട്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ലാപ്സ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. Mumbai's accountability also remains split across the BMC for local drainage and roads, the IMD for forecasting, the NDRF 2 railway zones, the state government and highway authorities. ഓക്കെ, അപ്പം മുംബൈ ഇതിനെല്ലാം ആൻസറബിൾ ആണ്, പക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലോക്കൽ ഡ്രെയിനേജ് ആൻഡ് റോഡ്സിന് ആൻസർ ചെയ്യണം, അതേപോലെ തന്നെ ഫോർകാസ്റ്റിങ്ങിൻ്റെ, റെയിൽവേ സോൺ, സ്റ്റേറ്റ് ഗവൺമെൻറ്, ഹൈവേ അതോറിറ്റീസ്, ഇതിനെല്ലാം ആൻസറബിളായിട്ട് ഇങ്ങനെ മുംബൈ നിൽക്കുകയാണ്. ഓവറോൾ ദ സിറ്റി ഹാസ് ഇംപ്രൂവ്ഡ് അറ്റ് ഷട്ടിംഗ് ഡൗൺ ടു സേവ് ലൈവ്സ് ആൻഡ് മിനിമൈസിങ് ദ ഡെത്ത് ടോൾ. അത് തന്നെയാണ് മുംബൈ ചെയ്തത് അല്ലേ. ഫുൾ അവിടെ എല്ലാം ക്ലോസ് ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്തു. എന്നാലേ ആരും ജോലിക്ക് പോകരുത് എന്ന് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് വന്നു. കാരണം അതൊരു കഴിഞ്ഞ ദിവസം മഴയ്ക്ക് ഈ പറയുന്ന 10 മണി 11 മണിക്ക് തന്നെ ഒരു നല്ല വൈകുന്നേരമായിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഷട്ട് ഡൗൺ ടു സേവ് ലൈവ്സ് ആൻഡ് മിനിമൈസിങ് ദ ഡെത്ത് ടോൾ. ബട്ട് ആസ് climate change and urbanization evolve faster than infrastructure upgrades, simply waiting for system capacity to catch up to demand will be a failing strategy. ഇപ്പം സിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം ഡെത്ത് ടോൾ കുറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ എല്ലാം ഷട്ട് ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സിറ്റി എല്ലാം ഷട്ട് ഡൗൺ ചെയ്യും, മോൾസും ഒക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്യും, പബ്ലിക് ട്രാൻസ്പോർട്ട് സ്റ്റോപ്പ് ചെയ്യും, എല്ലാം സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെത്ത് ടോൾ കുറയ്ക്കാം എന്നുള്ള രീതിയിലാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ക്ലൈമറ്റ് ചേഞ്ചും അതേപോലെ തന്നെ urbanization-ഉം വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്സിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് ക്ലൈമറ്റ് ചേഞ്ചും അതുപോലെ ആളുകൾ സിറ്റിയിലോട്ട് വരുന്തോറും എന്താണ് ഒരു ഈ ഡിമാൻഡിനനുസരിച്ച് ആളുകൾ കൂടുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊന്നും ഇല്ല. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതൊരു ഫെയിലിംഗ് സ്ട്രാറ്റജി ആയിരിക്കും. അപ്പം അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇപ്പം മുംബൈയിലൊക്കെ നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ യൂബർ എടുത്ത് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് കാണാം, ഓക്കെ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ഒരു 5 to 10 മിനിറ്റ്സിനകത്ത് എത്തും അല്ലേ, ഒരു ബ്ലോക്കൊന്നും ഇല്ല. പക്ഷേ മുംബൈയിൽ അവിടെ നമുക്ക് സേം ഒരു 5 കിലോമീറ്റർ പോകണമെങ്കിൽ ഒരു 1/2-3/4 മണിക്കൂർ. ഓക്കെ, 5 കിലോമീറ്ററേ കാണുള്ളൂ, പക്ഷേ 30 to 45 മിനിറ്റ്സ് എടുക്കും. ചിലപ്പം ബ്ലോക്ക് വന്ന് 1 മണിക്കൂർ വേണേലും എടുക്കും. അപ്പം ഞാൻ കുറച്ച് ദിവസം മുംബൈയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴല്ല, ലാസ്റ്റ് ഇയർ ആണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ നമ്മൾ ചില സമയത്ത് നമുക്ക് ഒരു രീതിയിലും നമുക്ക് എന്താ എയർപോർട്ടിൽ പോകണമെങ്കിൽ ഒരു നോർമലി നമ്മളൊരു 1 hour മുന്നേ, ഇത് അതിനേക്കാളും 2 hours മുന്നെയാണ്. കാരണം ചില ഫ്ലൈറ്റ്സ് ഒക്കെ ക്യാൻസൽഡ് ആവും. പിന്നെ ഇതുപോലെ നമുക്ക് വഴിയാണെങ്കിലും ഈ പറയുന്ന പോലെ കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് ചിലപ്പോൾ വന്നെന്ന് വരില്ല എന്ന് വെച്ചാൽ നമുക്കത് കൺഫ്യൂസിങ് ആണ്. കുറേ അതിനിടയ്ക്ക് ഇന്ന റോഡ് ക്ലോസ്ഡ് ആയിരിക്കും, മറ്റേത് ഓപ്പൺ ആയിരിക്കും. അപ്പം എത്ര പ്രാവശ്യം കറങ്ങിയായിരിക്കും എന്നറിയാം നമ്മുടെ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ എത്തുന്നത്. അപ്പം ഇതിൽ നിന്ന് പറയുന്നത് മുംബൈയുടെ ഇപ്പോഴത്തെ ഈ മഴയെ ബേസ് ചെയ്തിട്ട് മുംബൈ അത്രത്തോളം വളർന്നിട്ടില്ല എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് പോയിന്റ്സ് നമുക്കിപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ആണെങ്കിലോ അല്ലെങ്കിൽ മൺസൂൺ ഡ്രെയിൻസിനെയൊക്കെ പറ്റിയാണെങ്കിൽ ഇതിൽ നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സ് നമുക്ക് എടുക്കാം. എക്സാമ്പിളായിട്ട് നമുക്ക് മുംബൈ സ്റ്റേറ്റ് ചെയ്യാനും പറ്റും. അവിടുത്തെ ഡ്രെയിനേജ് ഫെസിലിറ്റീസും അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിയും ഒക്കെ പറഞ്ഞ്, പിന്നെ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം, ഇത് ഷട്ട് ഡൗൺ ചെയ്യുന്ന കാര്യം ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ 2005 നടത്തിയ സ്റ്റെപ്സും ഒക്കെ പറയുന്നുണ്ട്. അപ്പം
ഇങ്ങനത്തെ പോയിന്റ്സ് വെച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ എസ്സേ ബിൽഡ് ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഗ്രാമർ ഉണ്ടായിരുന്നത് കുഞ്ഞു കുഞ്ഞി ഗ്രാമേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് സേ ഒഫീഷ്യൽസ് പ്ലൂറൽ, വേർബ് പ്ലൂറൽ, പിന്നെ ഹാവിൻ്റെ കൂടെ V3 ഫോം, ഹാവ്, ആർഗ്യൂഡ്, കണ്ടോ. പിന്നെ എന്താ സിമ്പിൾ സാധനങ്ങളേ ഇതേ ഉള്ളൂ കേട്ടോ. ഇംപ്രൂവ്ഡ് അറ്റ്, ഇംപ്രൂവിൻ്റെ കൂടെ അറ്റ്, ഇംപ്രൂവ് അറ്റ് സംതിങ് നമ്മൾ പറയുന്നത്, ഇംപ്രൂവ് അറ്റ്. ഓക്കെ, പിന്നെ ഷട്ട് ഡൗൺ വൊക്കാബാണ്, ക്ലോസ് ചെയ്യുക. ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യുക. യെസ്, വാട്ട് കൈൻഡ് ഓഫ് സ്ട്രാറ്റജി, ഫെയിലിംഗ് സ്ട്രാറ്റജി, അഡ്ജക്റ്റ്. അപ്പോൾ ഇത് ഗ്രാമറും പഠിക്കാം, അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇതും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ചെറുതായിട്ടിപ്പം മനസ്സിലായില്ല ഇങ്ങനെയാണ് പഠിച്ച് തുടങ്ങേണ്ടത് എന്ന്. അപ്പോൾ ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെ വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ ഈ എഡിറ്റോറിയലിൽ തന്നെ ഇതിപ്പോൾ മഴയായതുകൊണ്ട്, മുംബൈയിലെ മഴയായതുകൊണ്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടി അല്ലേ. ഇതല്ലാണ്ട് എക്കണോമിക് ആയിട്ട് കുറേ ടോപ്പിക്സ് ഉണ്ട്, കുറേ ഗ്ലോബൽ എക്കണോമിക്, ഫിനാൻഷ്യൽ, ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ വരാറുണ്ട്. അതും നമ്മൾ വായിക്കണം, കാരണം വായിച്ചാലേ നമ്മൾ ആ ഒരു ലെവൽ കീപ്പ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡേ 1 ഓഫ് എഡിറ്റോറിയൽ, കുഞ്ഞി എഡിറ്റോറിയൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.